അത് സമ്മതിക്കുന്നു. അവിടെ ഒരു അപകടം, ഒരു കൊള്ള നടന്നു. ആ കൊള്ളയുടെ വ്യാപ്തിയും അതിൻ്റെ കക്ഷികളെയെല്ലാം കണ്ടെത്താനുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. CPM എന്ന് പറയുന്നത് ഒരു വലിയ ജനകീയ പ്രസ്ഥാനമാണ്, വലിയൊരു മൂവ്മെൻ്റാണത്. അതിൽ പല ആളുകളും ഉണ്ടാവും. കുറേ അലവിലാദികളോ കുറച്ച് മോശപ്പെട്ട ആളുകളോ കുറച്ച് ഗുണ്ടകളോ എല്ലാം സ്വാഭാവികമായി നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്. പത്മകുമാർ പാർട്ടിയിൽ നിന്ന് സ്വാഭാവികമായ നടപടിക്ക് വിധേയനാവും. പാർട്ടി അയാൾക്ക് ജില്ലാ കൗൺസിലോ പാർട്ടിയിലെ അങ്ങനെ ഒരു പാർട്ടി വക്താവായിട്ടൊന്നും തന്നെ അയാൾ ജയിലിൽ കിടക്കല്ലേ. എങ്ങനെയാണ് പാർട്ടി വക്താവാകുന്നത്? കാരണം ഈ വാസുവിനെയൊക്കെ നേരിട്ട് അറിയാം എനിക്ക്. പത്മകുമാർ ഇപ്പം എൻ്റെ നല്ല സുഹൃത്താണ്. അപ്പോൾ ഇത് ഒരു അവിശ്വസനീയവും വളരെ ഗുരുതരവുമായ ഒരു വിഷയം തന്നെയാണ്. അതിലൊന്നും വ്യക്തിപരമായി എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അവരുടെ അന്വേഷണത്തിന് പൂട്ട് വീഴാതിരുന്നാൽ. നമസ്കാരം, വാക്കുമൊറുവാക്കിലേക്ക് സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണം സംസ്ഥാനത്ത് ഉച്ചസ്ഥായിലെത്തി നിൽക്കുകയാണ്. 3 മുന്നണികളും കളം നിറങ്ങി പോരാടുന്നു. ഇന്നെന്തായാലും നമ്മോടൊപ്പം ചേരുന്നു മുൻ മന്ത്രിയും മുതിർന്ന CPI നേതാവുമായ ശ്രീ C. ദിവാകരൻ. സ്വാഗതം സർ. എങ്ങനെ പോകുന്നു പ്രചാരണമൊക്കെ? സ്ഥാനാർത്ഥികൾ എല്ലാ പാർട്ടിയിലുള്ളവരും വരുന്നുണ്ട്. അത് ഞാനൊരു പ്രായമെത്തിയ മുതിർന്ന നേതാവായതുകൊണ്ട് BJPക്കാർ സ്ഥിരമായിട്ട് വരുന്നുണ്ട്, കോൺഗ്രസ്സുകാർ വരുന്നുണ്ട്, CPM വരുന്നതിൻ്റെ കാര്യമില്ല. CPI എല്ലാവരും ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കാൻ, എന്ത് ചെയ്യണമെന്ന് പറയാൻ, അനുഗ്രഹം വേണമെന്ന് പറയാനൊക്കെയാണ് വരുന്നത്. അവരുമായിട്ടുള്ള ഒരു സംവാദത്തിൽ ഞാൻ മനസ്സിലാക്കിയത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഡിസിപ്ലിനാണ് എല്ലാം. ശബരിമല അതുമായി ബന്ധപ്പെട്ട എന്ത് വിഷയമുണ്ടായാലും അതൊരു പ്രചാരണ ആയുധം തന്നെയാണ്. അതൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ ഇത്തവണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അയ്യപ്പ സംഗമമൊക്കെ നടത്തി സർക്കാർ ഒരു മേൽക്കൈ നേടാനൊക്കെ ശ്രമിച്ചത്? അങ്ങനെ ആയിരുന്നില്ലേ? സർക്കാരിൻ്റെ നിരവധി പരിപാടികളിൽ ഒന്ന് മാത്രമാണ് സംഗമം. ശബരിമല അയ്യപ്പനെ കാണിച്ചോ, ശ്രീപത്മനാഭസ്വാമിയെ കാണിച്ചോ, മറ്റേതെങ്കിലും ദൈവങ്ങളെ കാണിച്ചോ ഒന്നും കേരളത്തിലെ വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ സാധ്യമല്ല. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് ശബരിമല തന്നെയാണ്, ഗുരുതരമായ പ്രശ്നമാണ്. അവിടെ നടന്നത് കൊള്ളയാണെന്നുള്ളതിന് ഇപ്പോൾ ആർക്കും തർക്കമൊന്നുമില്ല. അതിൽ ഭരണപക്ഷവും പ്രതിപക്ഷമൊന്നുമില്ല, എല്ലാവരും അത് സമ്മതിക്കുന്നു. അവിടെ ഒരു അപകടം, ഒരു കൊള്ള നടന്നു. ആ കൊള്ളയുടെ വ്യാപ്തിയും അതിൻ്റെ കക്ഷികളെയെല്ലാം കണ്ടെത്താനുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. കോടതികളും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ, ഗവൺമെൻറ്റിൻ്റെ ഒരു എതിർപ്പും ഉണ്ടായിരുന്നല്ലോ, ഗവൺമെൻറ് സഹകരിച്ചല്ലോ, ഹൈക്കോടതി ചോദിച്ചല്ലോ ഗവൺമെൻറ് വല്ലതും, ഒന്നുമില്ല. അപ്പോൾ ഹൈക്കോടതി തന്നെ SITയെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സൊസൈറ്റിയെ തീരുമാനിച്ച കോടതിയാണല്ലോ ഇപ്പോൾ ഈ കേസ് നേതൃത്വം കൊടുക്കുന്നത്. കോടതിയിലാണല്ലോ ഈ കേസിൻ്റെ റിപ്പോർട്ട് പോണത്. അപ്പോൾ പിന്നെ ഗവൺമെൻറ്റിന് ഒരു കാര്യമില്ല. സർക്കാരിനെ ഒരു വിധത്തിലും ബാധിക്കില്ല. അതായത് സർക്കാർ പ്രതിരോധത്തിലല്ല എന്നാണോ താങ്കൾ പറയുന്നത്? സർക്കാരിന് ധാർമ്മികമായ ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. സർക്കാരാണല്ലോ ദേവസ്വം ബോർഡിൻ്റെ പരമാധികാരം, എല്ലാം സർക്കാരിൻ്റെ നയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. സർക്കാരാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റിനെ തീരുമാനിക്കുന്നത്. സർക്കാരാണ് അതിൻ്റെ മെമ്പർമാരെ കൊടുക്കുന്നത്. സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഇപ്പോൾ കണ്ടല്ലോ, സർക്കാർ ഇടപെട്ടത് കണ്ടോ? സർക്കാർ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനെ നിയമിച്ചല്ലോ. അപ്പോൾ സർക്കാരിന് ഇല്ലാത്തതുകൊണ്ടാണ്. സർക്കാരിന് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. നടന്നത് ഒന്നും ഇനി നടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയകുമാറിനെ ഇപ്പോൾ ആക്കിയത് ദേവസ്വം ബോർഡല്ല, ദേവസ്വം ബോർഡിനോട് ചോദിച്ചിട്ടൊന്നുമല്ല, സർക്കാർ തീരുമാനിച്ചു. അവിടെ ഇതെല്ലാം ഒരു അഴിച്ചുപണി ആവശ്യമാണെന്ന്. ആ അഴിച്ചുപണി അവിടെ തുടങ്ങി. അതിൽ ഭക്തജനങ്ങൾക്ക് വലിയ വിശ്വാസമാണ്. ഇപ്പോൾ CPMലെ 2 പ്രമുഖർ ജയിലിലാകുമ്പോൾ ഇതെങ്ങനെയാണ് ജനം പാർട്ടിയെ വിലയിരുത്തുന്നത്? അല്ല, CPM അല്ല അതിൻ്റെ ഒരു കാര്യം. കാരണം CPM എന്ന് പറയുന്നത് ഒരു വലിയ ജനകീയ പ്രസ്ഥാനമാണ്, വലിയൊരു മൂവ്മെൻ്റാണത്. അതിൽ പല ആളുകളും ഉണ്ടാവും.
കുറേ അലവിലാദികളോ കുറച്ച് മോശപ്പെട്ട ആളുകളോ കുറച്ച് ഗുണ്ടകളോ എല്ലാം സ്വാഭാവികമായി നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും. അതിനകത്ത് പ്യൂരിഫൈ ചെയ്ത ശുദ്ധീകരിച്ച ആളുകൾ മാത്രം ഒരു പാർട്ടി, ഇതുപോലെ ഒരു പാർട്ടിയില്ല. അത് പറ്റില്ല. പാർട്ടിയിൽ സമൂഹത്തിൽ നന്മ ചെയ്യണവർ കാണും, സാമൂഹിക വിരുദ്ധന്മാർ കാണും. അത് ഓരോ സന്ദർഭം വരുമ്പോൾ അവരുടെ ഇടപെടലനുസരിച്ച് പാർട്ടി അവരെ കൈകാര്യം ചെയ്യും. ഇപ്പോൾ ഒരു സന്ദർഭം വന്നു, കൈകാര്യം ചെയ്തു, പാടില്ല, അതുകൊണ്ട് അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടി ഇനിയിപ്പോൾ അവരുടെ കാര്യത്തിൽ ഇടപെടില്ല എന്ന് CPM പരസ്യമായിട്ട് പറഞ്ഞു. അതിൽ കൂടുതലൊരു പാർട്ടിക്ക് എന്ത് ചെയ്യാം? നമ്മൾ ജനാധിപത്യമല്ലേ, എല്ലാ പാർട്ടിയിലും ആളിലൊക്കെ ചേരും പോവുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ എത്രയോ സഹകരണ സംഘങ്ങൾ പോയിട്ട് ബന്ധമായി. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ഞാൻ ചോദിച്ചുകൊണ്ട് പറയാം, തിരുവനന്തപുരത്ത് ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന ഒരു ആത്മഹത്യയുണ്ട്. അതൊരു കൗൺസിലറാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ ഇന്നലെ കേട്ടു. എന്ത് ഭീകരമായ ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് വന്ന സംഭവങ്ങളാണ്. ഒരുത്തരും പാർട്ടിയിൽ നിന്ന് മാറി വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നു. ഇതൊക്കെ അയാളുടെ വാക്കുകൾ എന്താണ്? എൻ്റെ ജീവൻ, എൻ്റെ രക്തം, എൻ്റെ എല്ലാം, എൻ്റെ സ്വത്ത് എല്ലാം ഞാൻ ഈ RSSന് കൊടുത്തു. പക്ഷേ എനിക്ക് ഉണ്ടായ അനുഭവം ഇതാണ്. അപ്പം ഇത് എന്ന് കരുതി നരേന്ദ്രമോദി നയിക്കുന്ന BJP മുഴുവൻ ഇങ്ങനെയുള്ള ആളുകളാണ് എന്നൊന്നും ആരും പറയില്ല, ഞാനും പറയുന്നില്ല. ഇതിനകത്ത് കുറച്ച് കാണും, കുറേ എലിമെൻറ്റ്സ് കാണും. CPMൽ കാണും, CPIയിൽ കാണും, കോൺഗ്രസ്സിൽ കാണും, ഏറ്റക്കുറച്ചിൽ കാണും. ചിലപ്പോൾ അധികാര കയ്യിലിരിക്കുന്നിടത്ത് കുറച്ച് കൂടുതൽ ആളുകൾ കാണും. അവർ അതിൻ്റെ ദുർവിനിയോഗം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഒരു അസാധാരണമായ സംഭവമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ജില്ലാ കമ്മിറ്റി അംഗമാണ് A. പത്മകുമാർ. പാർട്ടി ഒരു രീതിയിൽ പോലും നടപടി എടുത്തിട്ടില്ല. പാർട്ടി നടപടി എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പാർട്ടി ഇനി അയാൾക്ക് ജില്ലാ കൗൺസിലോ പാർട്ടിയിലെ അങ്ങനെ ഒരു പാർട്ടി വക്താവായിട്ടൊന്നും തന്നെ അയാൾ ജയിലിൽ കിടക്കല്ലേ. അങ്ങനെയാണ് പാർട്ടി വക്താവുന്നത്. അതിന് ഒഴിവാക്കാമായിരുന്നല്ലോ. പാർട്ടി അവരുടെ ഭരണമല്ലേ, LDFൻ്റെ ഭരണമല്ലേ, പിണറായി വിജയനല്ലേ മുഖ്യമന്ത്രി, അദ്ദേഹമല്ലേ ഈ പോലീസ് കൈകാര്യം ചെയ്തത്. അവനെ ജയിലിടണ്ട എന്ന് പറഞ്ഞാൽ ജയിലിടില്ല. അങ്ങനെയൊന്നും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ഒരു പ്രതിപക്ഷത്തിന് പോലും ഒരു വാക്ക് ആ കാര്യത്തിൽ ഇപ്പോഴും പറയാൻ കഴിയുന്നില്ല. പത്മകുമാർ പാർട്ടിയിൽ നിന്ന് സ്വാഭാവികമായ നടപടിക്ക് വിധേയനാവും. പിന്നെ അവരുടെ സെക്രട്ടറി പറഞ്ഞ വാക്ക് നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട. അദ്ദേഹം പറഞ്ഞതിനകത്തൊരു ടെക്നിക്കലായിട്ട് ശരിയാണ്. കാരണം നിങ്ങൾ അക്യൂസ്ഡ് ആയതുകൊണ്ട് മാത്രം നിങ്ങളെ ശിക്ഷിക്കാനൊക്കില്ല. നിങ്ങൾ കൺവിക്റ്റഡ് ആണ് എന്ന് കോടതി പറയണം, കുറ്റവാളിയാണ് എന്ന് പറയണം. അത് ട്രയൽ കഴിയണം. 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ്. ഇവർ രണ്ടുപേരും ജയിലിലാകും എന്ന ആ രീതിയിൽ എപ്പോഴെങ്കിലും താങ്കൾക്ക് അങ്ങനെ തോന്നിയിരുന്നോ? അതിൻ്റെ പിന്നിൽ ഏതോ ഒരു ഫോഴ്സ് ഉണ്ട് എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പോറ്റിക്ക് അത് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. പോറ്റി അങ്ങനെ ശബരിമലയിൽ എങ്ങനെ വന്ന് പെട്ടുപോയ ഒരുത്തനാണ്. അയാൾ പലർക്കും വേണ്ടി പലതും ചെയ്തു. ഇങ്ങനെയുള്ള നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അവതാരങ്ങൾ, അങ്ങനെ ഒരു അവതാരം വന്നതാണ് ഈ കാണുന്നത്. അതിൻ്റെ പിന്നിലുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ആരെങ്കിലും കാണും, പ്രമുഖരായിരിക്കും. ആ പ്രമുഖർ ഇത്രയും വലിയ ശക്തന്മാരാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഈ വാസുവിനെയൊക്കെ നേരിട്ട് അറിയാം എനിക്ക്. പത്മകുമാർ ഇപ്പം എൻ്റെ നല്ല സുഹൃത്താണ്, ദീർഘനാളായിട്ട് രാഷ്ട്രീയ രംഗത്തുള്ളത്. അവിശ്വസനീയവും വളരെ ഗുരുതരവുമായ ഒരു വിഷയം തന്നെയാണ്. അതിലൊന്നും വ്യക്തിപരമായി എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇവരെല്ലാം ശിക്ഷിക്കപ്പെടേണ്ടത് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരു ഭരണകൂടം വിശ്വസിച്ച്, ഒരു പാർട്ടി വിശ്വസിച്ച്, വിശ്വാസവഞ്ചനയുടെ ഒരു വലിയ രൂപമാണ്, രൂപമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പത്മകുമാർ അതെല്ലാം എല്ലാം അയ്യപ്പൻ തീരുമാനിക്കുമെന്ന്. അയ്യപ്പൻ തീരുമാനിച്ചാണ് ഇത് ചെമ്പെന്ന് എഴുതിയത്. അയ്യപ്പൻ പറഞ്ഞാൽ എന്നെ പൂജിച്ചിരിക്കുന്നത് സ്വർണ്ണ ചെമ്പാണ്. ഇതെങ്ങനെ അവർ തീരുമാനിച്ചത്? ഇതെങ്ങനെ വാസു തീരുമാനിച്ചത്? ഇതെങ്ങനെ പിന്നെ പത്മകുമാർ തീരുമാനിച്ചത്? സ്വർണ്ണം അല്ല. ഇവരാര് ഈ അലൈൻമെൻറ്റിൻ്റെയൊക്കെ കണ്ടുപിടുത്തക്കാരാണ്, മെട്രോളജി പഠിച്ചവരാണ് അവർ. എങ്ങനെയാണ് അവർ കണ്ടുപിടിച്ചത്? അപ്പം ബോധപൂർവമായിട്ടുള്ള ഒരു ഇടപെടലാണ്. ആ ഇടപെടലിനെയാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഏത് വരെ എക്സ്റ്റൻറ്റ് വരെ ഇടപെട്ടിട്ടുണ്ട്.
ആരൊക്കെയാണ് ഇതിലുള്ളത് എന്നവർ അന്വേഷിക്കണം. അവരുടെ അന്വേഷണത്തിന് പൂട്ട് വീഴാതിരുന്നാൽ കൊള്ളാം. അവരുടെ അന്വേഷണത്തിന് ഏതെങ്കിലും രീതിയിലൊരു പൂട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയുണ്ടെന്ന് പലരും എന്നോട് സൂചിപ്പിക്കുന്നുണ്ട്. ഇവർ ഏതറ്റം വരെ പോവും എന്ന് ഉള്ള സംശയം ജനങ്ങൾക്കുള്ള സംശയമാണ്. പക്ഷേ ഇതുവരെ അവർ കറക്റ്റ് ലൈനാണ്. കോടതിയിരിക്കുകയാണ്. കോടതി ടൈം ടു ഇടപെട്ട് ആരെ ചോദ്യം ചെയ്യണം, എങ്ങനെ പോകണം, അതൊക്കെ കോടതി ഡയറക്റ്റ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ പൂർണ്ണ വിശ്വാസം ഇവർ യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാനുള്ള ശക്തമായ ടീമാണ് അതിനകത്തുള്ളത്. ശരിക്കും യഥാർത്ഥ കുറ്റവാളികളിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്നാണ് അങ്ങ് സംശയിക്കുന്നത്. പിന്നിൽ എന്തെങ്കിലും ഇവരൊക്കെ ഇതിൻ്റെ ആളുകളാണ്. ഇപ്പോൾ ഈ പറയുന്ന പേരുകാർ അറസ്റ്റ് ചെയ്ത 6 പേരെ 7 പേരൊക്കെ ഉണ്ട്. അവരൊരു കവർച്ച സംഘമാണ്. പക്ഷേ ആ കവർച്ച സംഘത്തിന് ഒരു ബുദ്ധികേന്ദ്രം കാണാം. അപ്പോൾ ഇത് എവിടെയാണ് ഇതിൻ്റെ ഒരു ബുദ്ധികേന്ദ്രം? ഇത് കോടതി ഒരിക്കലും ഒരു വാചകം പറഞ്ഞു, ഇത് അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തിൻ്റെ ഏജൻസിയുടെ മാഫിയയുടെ സ്വഭാവമാണ് ഇതിൽ കാണുന്നതെന്ന് കോടതിയാണ് പറഞ്ഞത്. അതൊക്കെ വായിച്ചാൽ ഇതിൻ്റെ റേഞ്ച് വളരെ വലുതാണെന്ന് നമുക്ക് തോന്നുന്നു. ഇവിടെ ആണോ, കേരളത്തിലാണോ ഇത്, വേറെയും അതിൻ്റെ വേരുകൾ പോയിട്ടുണ്ടോ? ബാംഗ്ലൂർ, മദ്രാസ് വഴിയൊക്കെ പോയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ സ്വർണം പൂശിയത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ തന്നെ അളവിൽ തൂക്കത്തിൽ വലിയ രീതിയിൽ കിലോ കണക്കിന് സ്വർണ്ണമാണ് തൂക്കത്തിൽ കുറവ് വന്നിരിക്കുന്നത്. അത് പ്രഥമദൃഷ്ട്യാ വന്നതാണ്. ഞാൻ പറഞ്ഞത് ഈ ശബരിമല അയ്യപ്പന് എന്താണ് കൊടുക്കുന്നില്ലേ, നേർച്ച അല്ലേ, അയ്യപ്പൻ്റെ മുമ്പിൽ കൊടുക്കുന്ന സ്വർണവും മറ്റു സാധനങ്ങൾ, അതിൻ്റെ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ അവിടെ ഉണ്ടോ, ആ സ്റ്റോക്ക് അവിടെ ഉണ്ടോ, ആറന്മുളയാണെന്നാണ് അവർ പറയുന്നത്. അത് ഇതുവരെ ആരും ചോദിച്ചത്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ആറന്മുള പോയി ആ സ്റ്റോർ റൂം തുറന്ന് എവിടെ ഇതിൻ്റെ സ്റ്റോക്ക് രജിസ്റ്റർ എവിടെ, അത് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുക. അത് നടത്തിയാൽ അറിയാം ഏതെല്ലാം പോയെന്ന്. ആരൊക്കെ പറയുന്ന പോലെ അയ്യപ്പൻ്റെ തങ്കവിഗ്രഹം തന്നെ തങ്കവിഗ്രഹമാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് ഇനി അന്വേഷണം നേടുക എന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇത് ഒരു ഒരു ജനറൽ ഫിനോമിന എന്ന് പറയും. അതായത് ഒരു കുറ്റവാളിയെ പിടിക്കുമ്പോൾ ആ കുറ്റവാളി തനിക്ക് ചുറ്റും നിൽക്കുന്ന പലരുടെയും പേര് പറയും, ആത്മരക്ഷാർത്ഥം പറയുന്നതാണ്. അങ്ങനെ പറയുമ്പോൾ എവിഡൻസ് വേണം. ഇയാൾ മന്ത്രിസഭയിൽ ഇടപെട്ടിട്ടുണ്ടോ, മന്ത്രി ഇടപെട്ടിട്ടുണ്ടോ, കടകംപള്ളി സുരേന്ദ്രന് വല്ല നോട്ട് കൊടുത്തിട്ടുണ്ടോ, ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും രേഖകളുണ്ടോ, അതെല്ലാം അന്വേഷിക്കാനല്ലേ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കട്ടെ. എനിക്ക് അങ്ങനെ ഒരു സംശയമൊന്നും കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചില്ല. അയാൾ ആ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നു എന്നുള്ളതല്ലാതെ, മന്ത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ മന്ത്രിയേക്കാൾ കരുത്തന്മാരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ. മന്ത്രി പറയണമെന്ന് കേൾക്കണമെന്നില്ല. അത് ഈ പത്മകുമാറൊട്ടും കേൾക്കില്ല, വാസു അതിനേക്കാളും കേൾക്കില്ല. കാരണം അവരെല്ലാം കടകംപള്ളി സുരേന്ദ്രനേക്കാൾ സീനിയറാണ് അവർ. അയാൾ മന്ത്രിയായെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള സംശയമൊന്നുമില്ല. പക്ഷേ പത്മകുമാർ പറയുന്നു എന്നുള്ളത് വസ്തുതയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വിധേയമാകുന്ന ആളിൽ ചോദ്യം ചെയ്യപ്പെടലിന് വേണ്ടി വരും, കോടതി കയറേണ്ടി വരും, പ്രതിപട്ടി ചേരേണ്ടി വരും. അതെല്ലാം തീരുമാനിക്കുന്നത് വരുന്ന ദിവസങ്ങളിലാണ്. നിങ്ങൾ മോഷ്ടിക്കാതിരിക്കാനാണ് ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റുകാരെ വിശ്വാസമാണ് മറ്റേത് പാർട്ടിക്കാരെക്കാൾ. അങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനത്തിൽ ഇങ്ങനെയുള്ള ചില താളപ്പിഴകൾ വന്നത് ജനങ്ങൾക്ക് വളരെ വേദന ഉണ്ടാക്കുന്നതാണെന്ന് അറിയുന്ന ഒരാളാണ് ഞാൻ. PMCയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഇപ്പോൾ കെട്ടടങ്ങിയോ? അത് ചുമ്മാ ഉണ്ടായ വിവാദം അതുപോലെ അതിൻ്റെ വഴിക്ക് പോയി. CPIയുടെ ഒരു നിലപാട്, ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഒരു വിജയം കൂടി തന്നെയായിരുന്നു PMCയിൽ നിന്ന് ഒടുവിൽ സർക്കാർ അത് പിൻവാങ്ങാൻ എടുത്തൊരു തീരുമാനം. അത് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഇന്ത്യയുടെ അവസ്ഥയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാവി അവിടെ. ഇന്ത്യ മഹാരാജ്യം ബീഹാർ കൂടി കഴിഞ്ഞപ്പോൾ ഇന്ത്യ മഹാരാജ്യം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പാവപ്പെട്ട ആളുകൾക്ക് ആകെ ഒരു വിശ്വാസം എന്നുള്ളത് ഈ ഇടതുപക്ഷത്തിനാണ്. അവർ ചെറിയൊരു പെൻഷൻ, ചെറിയൊരു മരുന്ന് വാങ്ങാനുള്ള സഹായം, ചെറിയൊരു ആശുപത്രി സഹായം, ഇതൊക്കെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ?
യു പിയിലുണ്ടോ? ഇവിടെ ഒരു കുഞ്ഞ് ജനിച്ചാൽ ഉടനെ അമ്മ തൊട്ടിലായി. അതിനെ വളർത്തിയെടുത്ത് അത് ഗവൺമെൻറ് തന്നെ അതിന് ജോലിയും വിദ്യാഭ്യാസവും എല്ലാം കൊടുക്കുകയാണ്. അത് പ്രസവിക്കുന്ന ജോലി മാത്രമേ ഇവിടെ അമ്മമാർക്കുള്ളൂ. വളർത്തുന്ന മുഴുവൻ ഗവൺമെൻറ്റാണ്. വാർദ്ധക്യകാലത്ത് പെൻഷൻ എല്ലാം കൊടുക്കുന്ന ഇങ്ങനെ ഒരു ഗവൺമെൻറ്, ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം നിലനിൽക്കണോ വേണ്ടേ എന്നുള്ളത് പാടില്ല എന്നാണ് ദേശീയ രാഷ്ട്രീയ രംഗത്ത് വന്നിരിക്കുന്ന പുതിയ ഒരു വെല്ലുവിളി. നിങ്ങൾക്കിവിടെ ഇടതുപക്ഷത്തിൻ്റെ ആവശ്യമില്ല. അത് അന്ധകാര പൂർണ്ണമായ ഒരു സ്ഥിതിയിലേക്ക് പോകണം. ഇന്നിപ്പോൾ നിങ്ങൾ പത്രം വായിച്ചതെന്താ? 29 ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായ തൊഴിൽ നിയമങ്ങൾ മുഴുവൻ റദ്ദാക്കി, 4 കോഡാക്കി. പണി മുടക്കുന്നത് രാജ്യദ്രോഹമാക്കി. പണി മുടക്കാൻ കൂട്ടായ വിലപേശൽ പാടില്ല. ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യുന്നതിന് പുതിയ നിയമങ്ങൾ വന്നു. ഇതാണ് ജനാധിപത്യം. ഇത് കേരളത്തിൽ അങ്ങനെ ഒരു ഗവൺമെൻറ് എതിർക്കല്ലേ അതിന്. അപ്പോൾ കേരളം ഒരു ബദലായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള CPIയുടെ ഉറച്ച നിലപാടിലാണ് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ പറയുന്ന പോലെ സന്ധി ചെയ്യാൻ നിർബന്ധിതം. അത് രാഷ്ട്രീയമാണ്. ആശയപരമായി ഞങ്ങൾ സന്ധി ചെയ്യില്ല. ഈ ഗവൺമെൻറ്റിന് പോറലാക്കുന്ന ഒരു കാര്യവും CPI ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളുടെ ഒരു പക്ഷേ ഭരണത്തിൽ നിന്ന് പോയാൽ CPI ഈ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷേ അങ്ങനെ ഏകപക്ഷീയമായി ഒരു തീരുമാനം CPM എടുക്കുന്നത് ഇത് ഈ ഒരു ഘട്ടത്തിൽ PMC വിഷയത്തിൽ മാത്രമല്ല, പല വിഷയങ്ങളിലും നമ്മൾ കണ്ടതാണ്. വേണ്ട രീതിയിലൊരു കൂടിയാലോചന മുന്നണിക്കകത്തോ മന്ത്രിസഭയിലോ ഒന്നും നടത്തിയില്ല എന്ന് പറയുന്നിടത്താണ് ഈ PMC ഒരു വിവാദമായി മാറുന്നത്. ഈ മുന്നണി എന്ന് പറയുന്നത് സംവിധാനം ഒരു പ്രത്യേക രാഷ്ട്രീയമാണ്. എല്ലാവർക്കും അത് ശരിയാവില്ല. മുന്നണി രാഷ്ട്രീയം കേരളത്തിൽ ആദ്യം കൊണ്ടുവന്നത് സഖാവ് അച്യുതമേനോനാണ്. മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാം അടങ്ങുന്ന ഒരു മുന്നണിയായിരുന്നു അച്യുതമേനോൻ നേതൃത്വം കൊടുത്തത്. അത് എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. ആ മുന്നണി ക്രമേണ വന്ന് ഇടതുപക്ഷ മുന്നണിയായി. ഒരു കാലത്ത് VS അച്യുതാനന്ദൻ്റെ ലീഡറായി. VSൻ്റെ കാലത്ത് ഞാൻ ഇടതുപക്ഷ മുന്നണിയിൽ സജീവമായിട്ട് ഇടപെട്ട ഒരാളാണ്. VS അതിൽ ഏറ്റവും ചെറിയ പാർട്ടിയുടെ അഭിപ്രായം വരെ കേട്ടല്ലാതെ പരിഹാരം കണ്ടല്ല പോവില്ല. ഞങ്ങളോട് പലപ്പോഴും പറയും, നിങ്ങൾക്ക് കുറച്ച് ബലമുണ്ടെന്ന് വിചാരിച്ച് ആ പാവപ്പെട്ട ചെറിയ പാർട്ടിക്കാരെ കൂടി വേണ്ടേ? അതല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത്. ആ ഒരു സമീപനം ഒരു സമീപനത്തിൻ്റെ പ്രശ്നമാണ്. അങ്ങനെയുള്ള സമീപനം പലപ്പോഴും ഈ അടുത്ത കാലത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരു സിംഗിൾ പാർട്ടിയല്ല, ഒരു പാർട്ടിയുടെ അധീശത്വമല്ല, ഏക കക്ഷി ഭരണമല്ല. ഇത് ബഹുകക്ഷി ഭരണമാണ്. അപ്പോൾ ബഹുകക്ഷികളെ മാനിക്കുകയും സ്നേഹിക്കുകയും അവരുടെ അഭിപ്രായം കേൾക്കുകയും ചെയ്തുകൊണ്ടല്ലാതെ മുന്നണി രാഷ്ട്രീയം മുന്നോട്ട് പോകില്ല. ഞങ്ങൾ ആ മുന്നണി രാഷ്ട്രീയം കൊണ്ടുപോകാനാണ് നിൽക്കുന്നത്. എന്തായാലും ആ വിവാദം, ആ പദ്ധതി തൽക്കാലം മരവിപ്പിക്കാനായി, അല്ലെങ്കിൽ പദ്ധതി പൂർണ്ണമായി പിൻവാങ്ങുന്നു ഒന്നും പറയുന്നില്ല, സർക്കാരോ പാർട്ടിയോ ഒന്നും പറയുന്നില്ല. പക്ഷേ തൽക്കാലം തീരുമാനമൊന്നും മരവിപ്പിക്കുന്നു. അങ്ങനെ ഒരു നിലപാട് എടുത്തതിന് ശേഷവും ഈ മന്ത്രി V. ശിവൻകുട്ടിക്ക് അതിന് വലിയൊരു താല്പര്യക്കുറവ് എവിടെയൊക്കെ ഉണ്ട്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെയൊക്കെ പറയുന്ന നല്ല കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് അമിതമായ ആത്മാർത്ഥതയും തൻ്റെ വകുപ്പും തൻ്റെ വിദ്യാഭ്യാസത്തിലെ കുട്ടികളെല്ലാം നന്നായിട്ട് വരണമെന്നുള്ള അമിതമായ ആഗ്രഹമുള്ള ഒരു നല്ല മന്ത്രിയാണ്. അത്ര നിഷ്കളങ്കനാണ്. കാരണം ഇവിടെ കുട്ടികൾക്ക് മുട്ടയും പാലും ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുന്നത് UP വല്ലതും കൊടുക്കുന്നതാണ്. ഈ അടുത്ത കാലത്ത് നിങ്ങളല്ലേ റിപ്പോർട്ട് ചെയ്ത് നിലത്തിരുത്തി കടലാസിട്ട് ആഹാരം കൊടുക്കണം കുട്ടികൾക്ക് സ്കൂളിൽ. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് നയം ഒന്നും മാറിയിട്ടില്ല. നയം ഇത് അവർ പിൻവലിച്ചതുമല്ല. ആര്? CPM അങ്ങനെ CPIയുടെ അഭിപ്രായം കേട്ട ഉടനെ അങ്ങ് മാറ്റിയൊന്നുമല്ല. CPMൻ്റെ പാർട്ടി കോൺഗ്രസിൻ്റെ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നൊരു കാര്യമാണത്. ഇതിവിടെ അംഗീകരിക്കാൻ പറ്റില്ല. അത് നിർഭാഗ്യവശാൽ ഇവിടെ അതിൻ്റെ ആദ്യത്തെ നടപടി തുടങ്ങിയപ്പോൾ ഞങ്ങൾ CPI ചൂണ്ടിക്കാണിച്ചു, ഇല്ല നിങ്ങളുടെ പാർട്ടി കോൺഗ്രസും എടുത്ത പ്രമേയം ഇതല്ല, ഇതിവിടെ നടപ്പിലാക്കാൻ ഇത് RSSന് വഴി തുറക്കാനാണ്, ഇത് സാധ്യമല്ല. അപ്പോൾ ഫണ്ടിൻ്റെ കാര്യം, ഫണ്ട് കിട്ടുമെന്ന് വിചാരിച്ച് നമുക്ക് ആശയം വിൽക്കാൻ പറ്റുമോ? അതേ ഉള്ളൂ ഇതിനകത്തൊരു പ്രശ്നം. ശിവൻകുട്ടിക്ക് നല്ല മനസ്സാണ്,
ഫണ്ട് വേണം, സ്കൂളെല്ലാം നന്നാവണം. ആ നല്ല മനസ്സിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. പക്ഷെ അത് മാത്രം മതിയോ? ഇതെല്ലാം ചെയ്തിട്ട് ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇന്നലത്തെ നോട്ടിഫിക്കേഷൻ എന്താ? ട്രേഡ് യൂണിയൻ അവകാശങ്ങളെല്ലാം നിഷേധിച്ചു. ഇനി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഇലക്ഷൻ നടത്താൻ പറ്റുമോ? കോളേജിൽ JNUവിൻ്റെ സംഭവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് JNUവിൽ സ്കൂളിൻ്റെ വിദ്യാർത്ഥി സംഘടനകളെ നിരോധിക്കാൻ പോവുകയാണ്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പറ്റില്ല. ഇതൊക്കെ വെറുതെ പറയുകയല്ല, അത് നടപ്പിലാക്കാനുള്ള ഭൂരിപക്ഷം അവർക്കുണ്ട്. അവർ പാർലമെൻറ്റിൽ ഞങ്ങളിപ്പോൾ വിളി കിടന്ന് വീണം വെക്കാന്നുള്ളതല്ലാതെ തൊഴിൽ നിയമം നടപ്പിലാക്കാൻ പോവുകയാണ്. 5 കൊല്ലത്തിന് മുമ്പ് പാസ്സാക്കിയതാണ് പാർലമെൻറ്റിൽ. ഇപ്പോൾ അവർ നടപ്പിലാക്കാൻ പോകുന്നു. അപ്പോൾ ഇത് വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്കാണ് രാജ്യം പോണത്. അതുകൂടി ഞങ്ങൾ കാണുന്നു. ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഗവൺമെൻറ് ഉണ്ട്, അതുകൊണ്ട് എല്ലാം കുശാലായെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ഗവൺമെൻറ് താൽക്കാലിക ഏർപ്പാടാണ്. ജനങ്ങൾക്ക് താരതമ്യേന മെച്ചപ്പെട്ടത് ഇടതുപക്ഷമായതുകൊണ്ട്, ഇടതുപക്ഷം 100% കറക്റ്റായതുകൊണ്ടല്ല, കമ്പയർ ടു ഇടതുപക്ഷം കുറച്ച് മെച്ചമാണ്, തരകേടില്ല എന്നുള്ളതാണ് ആളുകൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അത് ഇനിയും നിൽക്കും, ഇപ്പോഴും നിൽക്കും. ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ മഹാഭൂരിപക്ഷം സീറ്റ് LDF ജയിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ തവണത്തെ സീറ്റ് മാത്രമല്ല, 10-15 സീറ്റ് ഇത്തവണ കൂടും. LDFന് തനിച്ച് നല്ല ഭൂരിപക്ഷം കിട്ടും. ഇത് 3ാം പിണറായി സർക്കാരിൻ്റെ വഴി വെട്ടി തുറക്കും. എന്തായാലും ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി.